കൊല്ലത്ത് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നു. കൊല്ലം മൈലക്കാട് പാലത്തിന്റെ അപ്രോച്ച് റോഡിലാണ് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന് ഗർത്തം രൂപം കൊണ്ടത്. സർവീസ് റോഡും ഇടിഞ്ഞു താഴ്ന്നു. അതേസമയം ദേശീയപാത അതോറിറ്റി അധികൃതരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. ക്രെയിൻ എത്തിച്ച് കുടുങ്ങിയ വാഹനങ്ങൾ മാറ്റാനുള്ള ശ്രമം തുടരുകയാണ്. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ് കൊല്ലത്ത് നിന്ന്. രാജ്കുമാർ, ഏതായാലും വലിയ തരത്തിലുള്ള ഒരു ഗർത്തവും റോഡ് തകർച്ചയുമാണ് കൊട്ടിയത്തുണ്ടായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴെങ്ങനെയാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാനായിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്? എന്താണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട്, ഈ റോഡ് ഇടിഞ്ഞു താഴ്ന്നതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാനുള്ള മറ്റു വിവരങ്ങൾ? അതായത് ഏറ്റവും ഒടുവിലത്തെ വിവരം എന്ന് പറയുന്നത് ദേശീയപാത ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥലത്തെത്തി പരിശോധിച്ചു. റീജിയണൽ ഓഫീസർ, പ്രോജക്ട് ഹെഡ് എന്നിവരാണ് ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. റീജിയണൽ ഓഫീസർ ജാൻബാസ് ഇത് സംബന്ധിച്ച് ഇവരുമായി സംസാരിച്ചു. തകർന്ന ഭാഗം ഉടൻ പുനർനിർമ്മിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ കരാർ കമ്പനിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനു മുമ്പും ഇതേപോലെ തന്നെയാണ്. ഇവർ വരും, എന്തെങ്കിലും സംഭവം നടന്നു കഴിഞ്ഞാൽ കരാർ കമ്പനിയോട് റിപ്പോർട്ട് ആവശ്യപ്പെടും, മടങ്ങും. പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് യാതൊരു വിവരവും ഇവർ പുറത്തു വിടാറുമില്ല, അതാരും അന്വേഷിക്കാറുമില്ല. ഇതൊന്ന്. രണ്ട്, ഗതാഗതം ഇപ്പോൾ അതുവഴിയല്ല, മറ്റു പല വഴികളിലൂടെയും ഗതാഗതം ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നിലവിൽ ഗതാഗത കുരുക്ക് ഉണ്ടാവുന്നില്ല. നിലവിലുള്ള വാഹനങ്ങൾ മുഴുവനും അവിടെ നിന്ന് മാറിക്കഴിഞ്ഞു. അതിലേക്ക് പോയ വാഹനങ്ങൾ, കുടുങ്ങിപ്പോയ വാഹനങ്ങൾ മാറ്റി. അതേസമയം ഈ റോഡ് തകർന്ന സ്ഥലത്ത് അകപ്പെട്ടിരിക്കുന്ന വാഹനങ്ങൾ നാളെ രാവിലെ ക്രെയിനുകളും മറ്റും ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇന്ന് രാത്രി നീക്കം ചെയ്യാനാണ് നിലവിൽ ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ ഈ റോഡ് ആൻഡ് സേഫ്റ്റിയുടെ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിന്റെ ദുരന്ത നിവാരണ സെല്ലിന്റെ ചെയർമാൻ കൂടിയാണ് കൊല്ലം ജില്ലാ കളക്ടർ ദേവിപ്രസാദ്. അദ്ദേഹം ഇപ്പോൾ സ്ഥലത്ത് ഈ NH ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, രാജ്കുമാറാണ് കൊല്ലത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.